സാർ നമസ്കാരം. നമസ്കാരം. ട്രംപ് ജനുവരി 20 അധികാരത്തിൽ കയറുകയാണ്. അപ്പോൾ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വടക്കൻ ഗസയിൽ അവശേഷിക്കുന്ന മുഴുവൻ പലസ്തീൻകാരെയും ഒഴിപ്പിക്കുകയാണ് ഇസ്രായേൽ. ഈ മുഴുവൻ പലസ്തീൻകാരെ എന്ന് പറയുമ്പോൾ ഏകദേശം 70,000 പേരെയാണ് ഇസ്രായേൽ ഒഴിപ്പിക്കുന്നത്. വടക്കൻ ഗസയിൽ നിന്ന് അവരെ ഒഴിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ദേർ ബലാഹിലെ കഫറ്റേറിയയിലും വീട്ടിലും ഇസ്രായേൽ അടക്കം ബോംബാക്രമണങ്ങളൊക്കെ നടത്തി വലിയൊരു ഭീതി സൃഷ്ടിച്ചു ഇസ്രായേൽ. അതിനുശേഷം അവരോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നു, സൈനിക ടാങ്കറുകൾ ഇറക്കുന്നു, രണ്ടാമത് ഡ്രോൺ പറപ്പിക്കുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പൊക്കുമെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇത് ആരും ചോദിച്ചിട്ടില്ല, ആരും ഇത് പറഞ്ഞിട്ടുമില്ല. ഈ 70,000-ഓളം ആൾക്കാർ വടക്കൻ ഗസയിൽ ഒഴിഞ്ഞുപോയി ഇസ്രായേൽ ആ ഗസയെ ഇസ്രായേലിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റുമ്പോൾ ഈ ഒഴിഞ്ഞു പോകുന്ന ആൾക്കാർ, അഭയാർത്ഥികളായി പോകുന്ന ആൾക്കാർ എങ്ങോട്ട് പോകും? അവരെന്ത് ചെയ്യും? അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഈജിപ്ത് തുറക്കേണ്ടി വരും. തുറക്കുന്നില്ല ഈജിപ്ത് ഇപ്പം തുറക്കില്ല ഈജിപ്ത്. അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം സൗത്ത് ഇസ്രായേലിലാണ് സൗത്ത് ഗസയിലാണ് ഇപ്പോഴും ഈ ആളുകൾ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. നോർത്ത് നിന്ന് ആൾക്കാരെ മാറ്റി സൗത്തിലേക്ക് ഉണ്ട്. സൗത്ത് ഫിലാഡൽഫിയ കോറിഡോർ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ബോർഡർ അതിലേക്ക് പോവാണ്. ഇപ്പം സിൻവറിൻ്റെ ഒക്കെ സ്ഥലം അവിടെയാണ്, സൗത്തായിരുന്നു. അപ്പം ആ ഒരു ഭാഗത്തേക്കാണ് ആൾക്കാർ നേരത്തെ മുതലേ പോയിക്കൊണ്ട്. പക്ഷേ ഇടയ്ക്ക് തിരിച്ച് റിവേഴ്സ് ആയിട്ട് കുറേ ആൾക്കാർ സൗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ആദ്യം യുദ്ധം തുടങ്ങിയപ്പം നോർത്ത് നിന്ന് എല്ലാവരെയും അങ്ങോട്ടേക്ക് മാറ്റി. പിന്നെ ഇടയ്ക്ക് യുദ്ധം ഈ സെൻട്രൽ ഇസ്രായേലിലും സെൻട്രൽ ഗസയിലും സൗത്ത് ഗസയിലേക്ക് കൂട്ടിയപ്പം കുറേ ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും റിട്ടേൺ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവസാനം ഈജിപ്തിന് തുറക്കേണ്ടി വരും. കാരണം ഈജിപ്ത് വേൾഡ് ഇസ്ലാമിക് ഒപെക് പോലത്തെ ഓർഗനൈസേഷൻ ആരും ഇടപെട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ എന്തായാലും നോർത്ത് ഗസയിൽ ഇസ്രായേൽ ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു പ്രാമുഖ്യം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ മുതലേ അവന്മാർ നോർത്ത് ഗസയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ 70,000 പേര് ഒഴിഞ്ഞു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. സൗദി അവർക്ക് അഭയം കൊടുക്കില്ല, വേറെ ഒരു ജോർദാൻ കൊടുക്കില്ല, ഈജിപ്റ്റ് തുറക്കും എന്ന് സാറ് പറയുന്നു. പക്ഷേ എനിക്കതിൽ യാതൊരുവിധ പ്രതീക്ഷയില്ല. ഇതുവരെയും ഒഴിക്കപ്പെട്ട അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയ ഇപ്പോൾ 80% ഗസ തകർന്ന് തരിപ്പണമായി എന്നാണ് കേൾക്കുന്നത്. റഫയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തമ്പടിച്ചിരിക്കുന്നത് അറിയാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ് അവരുടെ ഒരു ജീവിതം? വളരെ ദയനീയമായിട്ടുള്ള മനുഷ്യൻ പുഴുക്കളെ പോലെ ജീവിക്കുകയാണ്. പുഴുക്കളെ പോലെ. അത് കണ്ടല്ലോ നമ്മൾ ഫിലാഡൽഫിയ കോറിഡോറിൽ നിന്ന് ഈജിപ്തിൻ്റെ ബോർഡർ തുറന്ന് പിന്നെ UN-ൻ്റെ വണ്ടികൾ വരുമ്പം ജനങ്ങൾ വണ്ടിക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ദയനീയമായ അവസ്ഥയാണ്. ഭക്ഷണം ബ്രെഡിൻ്റെ ക്രംസൊക്കെ കിട്ടുന്നു, വെള്ളമില്ല. അത്ര ദയനീയമായ അവസ്ഥയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ് വളരെ ദയനീയമായ അവസ്ഥയാണ്. പക്ഷേ അത് എങ്ങനെ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അത് ഞാൻ ഇസ്രായേൽ അതിലൊരു കൾപ്രിറ്റാണോ? അല്ല, ഇസ്രായേലല്ല കൾപ്രിറ്റ്. ഇസ്രായേലിൽ വെറുതെ മിണ്ടാണ്ടിരുന്ന ഇസ്രായേലീസിന് അവർ കുറേ നാളായിട്ട് സത്യം പറഞ്ഞാൽ പലസ്തീനിയൻസിന് ഒരുപാട് ജോലി കൊടുക്കുകയും പലസ്തീനിയൻ ലേബറേഴ്സ് ഇവരെ വീടുകളിൽ ജോലി ചെയ്യുകയും ഇവരെ ബ്ലൂ പ്രിന്റ് എടുക്കുമായിരുന്നു. അവർക്ക് മനസ്സിലായിട്ടില്ല. അത് ഈവൻ മൊസാദ് പോലും സത്യം പറഞ്ഞാൽ അതിലൊരു ഫെയിലിയർ ആയിരുന്നു. അവർ ശ്രദ്ധിച്ചിട്ടില്ല അതിൻ്റെ ഒരു ഇത്. ഖത്തർ വഴി ഇവർ സത്യം പറഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ ഫണ്ട് പോലും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗസേന ഒരു ഡെമോക്രാറ്റിക് ഏരിയക്ക് വേണ്ടിയിട്ട്. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ ശ്രമിച്ചു, പിന്നെ ധാരാളം ശ്രമിച്ചു. പലസ്തീൻ ഗവൺമെൻറ് മഹ്മൂദ് അബ്ബാസിൻ്റെ ആ ഗവൺമെൻറ്റിനെ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ഇവന്മാരതിലും തീവ്രമായിട്ടുള്ള ആളുകളായിരുന്നു. അതറിയാലോ അല്ലേ, പണ്ടറിയാലോ പലസ്തീൻ ഗവൺമെന്റിൽ നിന്ന് നേരെ പിടിച്ച് മുകളിൽ എടുത്തെറിഞ്ഞ് കൊലപ്പെടുത്തിയിട്ടുണ്ട് PA-ൻ്റെ ആളുകൾ. അന്നത്തെ PLO-ൻ്റെ ആളുകളൊക്കെ ഹമാസ് എന്നുള്ള ഓർഗനൈസേഷൻ വന്നപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഈ ഇസ്രായേൽസിനോടും ജ്യൂസിനോടും മാത്രമല്ല, അല്ലെങ്കിൽ ഭാവിയിൽ ഹിന്ദുക്കളോട് മാത്രമല്ല, സ്വന്തം മുസ്ലിമുകൾ അകത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മെഹമ്മൂദ് അബ്ബാസിനെ ഇവരൊന്നും അംഗീകരിക്കുക പോലുമില്ല. മെഹമ്മൂദ് അബ്ബാസ് എന്നുള്ള ഇവരുടെ ഇത് പ്രൈവറ്റായിട്ട് പഴയ PFI-കാരോടോ ആരോടും ചോദിച്ചു മെഹമ്മൂദ് അബ്ബാസിനെ അവർ അംഗീകരിക്കില്ല. അവരെ സംബന്ധിച്ചത് ഹമാസാണ്. ഹമാസിൻ്റെ എന്താ പറയുക, ഇതിൽ സ്വർഗരാജ്യം ഉണ്ടാക്കാൻ പോകുന്ന ഹമാസ്. ഇപ്പം സ്വർഗരാജ്യം ഉണ്ടായല്ലോ ഗസയിൽ. സ്വർഗരാജ്യം വളരെ നന്നായിട്ട് ഇരിക്കുകയാണ്. അതെ. ഈ ഗസ ഇനി തിരിച്ച് റീക്രിയേറ്റ് ആയി വരാൻ എത്ര നാളെടുക്കും? ബില്യൺസിൻ്റെ ചിലവ് വരില്ലേ? എന്താ റോഡുണ്ടോ, വെള്ളമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സംബന്ധിച്ച ഒരു കൺട്രി ആയിരുന്നു മര്യാദകൾ നിന്നാൽ. ഒരുപാട് കുട്ടികളും സ്കൂൾസും ഒക്കെ ഉണ്ടായിരുന്നു. യുൻറ എന്ന സംഘടന വളരെ ദയനീയമായിരുന്നു. യുണൈറ്റഡ് നേഷൻസ് വെൽഫെയർ ഏജൻസി, റെഫ്യൂജീസ് വെൽഫെയർ ഏജൻസി. അവർ ഭീകരമായിട്ട് ഇൻഫിൽട്രേറ്റഡ് ആയിരുന്നു. അതിനകത്ത് കണ്ടമാനം ഇവന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രായേലിനോട് US തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വടക്കൻ ഗാസയിൽ അടിയന്തര ജീവകാരുണ്യത്തിന് 30 ദിവസത്തിനകം അവസരം ഒരുക്കണം എന്ന് കഴിഞ്ഞ 13-ന് US ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതും ഇസ്രായേൽ അവഗണിച്ചു. ഞാൻ അതാണ് ചോദിച്ചത്. ഈ ട്രംപ് വരുന്നതിന് മുമ്പേ ഇസ്രായേൽ വളരെ സ്പീഡിൽ മുന്നേറുകയാണ്.
അതെല്ലാം അവഗണിച്ച് ഇസ്രായേൽ എങ്ങനെയെങ്കിലും അവരെ ഒഴിപ്പിച്ച് വിടണമെന്നുള്ള രീതിയിൽ 70,000 ആൾക്കാരെ ഒഴിപ്പിക്കുകയാണ്. അപ്പോൾ സാറിന് എന്താ തോന്നുന്നത്, ട്രംപ് 20-ാം തീയതി ജനുവരി 20-ന് അധികാരത്തിലേറുന്നതിന് മുമ്പ് ഇസ്രായേൽ പരിപൂർണമായിട്ടും ഗസ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി അത് ഇസ്രായേലിനോട് മെർജ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ ദോഹയിൽ ഖത്തറിലെ ദോഹയിൽ വെച്ച് ഇവരൊരു സമാധാന കരാറിന് വേണ്ടി ശ്രമിച്ചിരുന്നല്ലോ, യഹ്യ സിൻവാർ അന്ന് അവിടെ എത്തിയിട്ടില്ല, നിരവധി ശ്രമിച്ചിരുന്നു. അതിൽ ഇവർക്കൊരു ആവശ്യം ഉണ്ടായിരുന്നത് ഞങ്ങൾ നിരീക്ഷണം നടത്തുന്നതാണ് ഗസയിൽ, ആ ഒരു രീതിക്ക് പോകുമോ, അല്ലെങ്കിൽ ഗസ പൂർണ്ണമായിട്ടും അല്ല, ഗസയിലും ഫിലഡൽഫിയ കോറിഡോറിലും ഇസ്രായേലി ആർമി പ്രസൻസ് എപ്പോഴും ഉണ്ടാവും. ആ IDF ഒരു കാലത്തും ഗസയിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ട്രിപ്പിൽ നിന്ന് വിഡ്രോ ചെയ്യൂല എന്നുള്ളത് അവരുടെ അസർട്ടീവ് ആയിട്ടുള്ള തീരുമാനമാണ്. ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ തീരുമാനം അതാണ്. അവിടുന്ന് മാറില്ല, ഫിലഡൽഫിയ കോറിഡോറിൽ മാറില്ല. അതുവഴിയാണല്ലേ ഇവർക്ക് സപ്ലൈ ചെയ്യുന്നത്? ഈജിപ്റ്റ് ആണോ? അല്ല, ഈജിപ്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്, വേൾഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്, വേൾഡ് ഏജൻസി സപ്ലൈ ചെയ്യുന്നുണ്ട്. വേൾഡ് ഏജൻസി നമ്മളടക്കം ഇന്ത്യ അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇന്ത്യ അവിടുന്ന് UAE കൊടുത്തിട്ടുണ്ട്, അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബോർഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡറിൽ ഇനിയും സ്ട്രെങ്തൻ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഇസ്രായേലിനകത്ത് സംഭവിക്കാം. സത്യം പറഞ്ഞാൽ അന്ന് സൗത്ത് ഇസ്രായേൽ മാത്രമായിരുന്നില്ല, അത് ഇൻഫിൽട്രേറ്റ് ടെലവീവ് പിടിക്കേണ്ട പരിപാടിയായിരുന്നു. ടെലവീവിലേക്ക് അടക്കം വരുമായിരുന്നു. വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് കയറി വരാം. ഈ ലെബനനൊക്കെ ഈ പലസ്തീൻ ജനതയ്ക്ക് അഭയം കൊടുക്കാതിരിക്കാൻ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു മാതൃകയാണല്ലേ. കാരണം 1 ലക്ഷം പലസ്തീൻ ജനതയ്ക്ക് ലെബനനിൽ ഒരിക്കൽ അഭയം കൊടുത്തതാണ്. ക്രൈസ്തവ രാജ്യമായ ലെബനൻ പിന്നീട് ഇസ്ലാമിക രാജ്യമായി പരിവർത്തനപ്പെടുന്നതാണ്. ലെബനോൺ പോട്ടെ, ലെബനോൺ നമ്മളൊരു 70s കഥയാണ്. ക്രൈസ്തവ മയോനൈറ്റ് ക്രിസ്ത്യൻസ് ആയിരുന്നു. അത് പോട്ടെ, നമ്മളിപ്പോൾ സിറിയൻ വാർ തുടങ്ങിയ ശേഷമാണല്ലോ അഞ്ചലിന മെർക്കൽ എന്ന് പറഞ്ഞ ജർമ്മൻ ഭരണാധികാരി ഹ്യൂമൻ ഇൻട്രസ്റ്റ് വന്നിട്ട് ഇവർക്ക് തുറന്നു കൊടുത്തത്. ഇപ്പൊ ബെൽജിയത്തിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബെൽജിയം തോറ്റു, മൊറോക്കോ ജയിച്ചു. ആ കളി കഴിഞ്ഞ ഉടനെ എന്താ ഇവിടെ സംഭവിച്ചത് നമുക്കറിയാലോ. ബെൽജിയത്തിന്റെ സ്ട്രീറ്റുകൾ മുഴുവൻ കത്തുകയായിരുന്നു. നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ടല്ലോ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ. ഇവർക്ക് തുറന്നു കൊടുത്തതാണ്. ഇവർ ഇഷ്ടംപോലെ ആളുകളെ കൊണ്ടുവന്നില്ലേ, വിസ ഇത് ലിബറലാക്കി കുറേ ആളെ കൊണ്ടുവന്നു, കണ്ടമാന ആളുകൾ വന്നു. ഇപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്പെയിനിൽ ബിഹെഡിങ് നടക്കുന്നു, പാരീസിൽ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ലണ്ടനിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും സമാധാനം മതം അതിൻ്റെ ഇത് എല്ലാം ഈ പലസ്തീൻകാർ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പലസ്തീൻസ് മാത്രമല്ല, മൊറോക്കൻസ് ഉണ്ടായിരുന്നു, പിന്നെ ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ടായിരുന്നു, മുസ്ലിംസ് അവരായിരുന്നു. ഇപ്പം ഒരുപാട് സ്ഥലത്ത് ഇതിന് 5-6 കൊല്ലം കഴിഞ്ഞാൽ അവരുടെ പോളിസി പ്രകാരം അവർ അസൈലം കൊടുക്കും. ഒരു ഗവൺമെൻറ് പോളിസി ഉണ്ട്, അത് 5-6 കൊല്ലം ഇല്ലീഗൽ സ്റ്റേ ചെയ്ത ആൾക്കാരെല്ലാം ഒരു നാച്ചുറലൈസ് ചെയ്യും. അപ്പോൾ അവർ ബേസിക്കൽ സിറ്റിസണായി, എല്ലാ അഡ്വാൻറ്റേജുകളും കിട്ടും, അവിടെ ഇലക്ഷനെ മത്സരിക്കാം, അല്ല അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊരു ഗെറ്റോ ആണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് റിലേറ്റീവ് പറയായിരുന്നു, അവൻ നേരത്തെ ബെൽജിയത്തിൽ താമസിച്ചത് വേറൊരു യൂറോപ്യൻ ഏരിയയിലായിരുന്നു. അവിടുന്ന് കുറച്ചുകൂടെ മാറിയിട്ട് ഇപ്പോൾ ഒരു ടർക്കിഷ് സെറ്റിൽമെൻറ്റിൻ്റെ ഇടയിൽ താമസിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്, അവരുടെ യഥാർത്ഥ രൂപം കാണും. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഈ യൂറോപ്പിലുണ്ട്, എല്ലാ സ്ഥലത്തും. അവിടെ ലെബനോണിൻ്റെ കഥ, ലെബനോണിൻ്റെ 70s ക്രിസ്ത്യാനിറ്റീനെ ഓടിച്ചു വിട്ട് കഴിഞ്ഞു, അത് പോയി. അപ്പോൾ അതിന് പകരം ഇപ്പം ബാക്കിയുള്ള സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജർമ്മനിൽ അവർ അസർട്ടീവായി, ഇപ്പം ഈവൻ ആംസ്റ്റർഡാം നെതർലാൻഡ്സിൽ പോലും അവിടുത്തെ റൈറ്റ്സ് പാർട്ടിയാണ് അധികാരത്തിലുള്ളത്. എല്ലാ കൺട്രികളും എല്ലാ രാജ്യങ്ങളിലും ജനങ്ങളും അവർക്ക് ബോധവാന്മാരായിക്കൊണ്ടിരിക്കുക. ഇപ്പം ഗസ സ്ട്രിപ്പിലാണല്ലോ ഇത്രയും കാര്യങ്ങൾ നടന്നത്. വെസ്റ്റ് ബാങ്കിൽ എന്താണ് സ്ഥിതി സാർ? അല്ല, വെസ്റ്റ് ബാങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സെറ്റിലേഴ്സ് കണ്ടവാൻ വെസ്റ്റ് ബാങ്കിലുണ്ട്, ഇസ്രായേലി സിറ്റിസൺസ്. വെസ്റ്റ് ബാങ്കിൽ 30 വർഷത്തോളം ഹെസ്ബുള്ളനെ ലീഡ് ചെയ്ത് ഹസൻ നസറുള്ള മരിച്ചല്ലോ. ഹസൻ നസറുള്ളായിരുന്നു അവരുടെ സെക്കൻഡ് ലീഡർഷിപ്പ്. വെസ്റ്റ് ബാങ്കിൽ ഇതുവരെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ. അല്ല, വെസ്റ്റ് ബാങ്കിൽ തീവ്രവാദമില്ലേ? വെസ്റ്റ് ബാങ്കിൽ പിന്നെ ഇസ്രായേലി ഇവന്മാരുടെ അകത്ത് കയറി സ്റ്റാബ് ചെയ്തിട്ട് പോയല്ലോ. എത്ര പോലീസുകാരെ, ഇസ്രായേലി പോലീസുകാരെയും ഇസ്രായേലി സാധാരണ ഓൾഡ് മെന്നും. ഞാൻ തന്നെ പറയാം, ഞാൻ ഇവിടെ പോയ സമയത്ത്, ടെലവീവ് പോയ സമയത്ത്, ഞാൻ കഫറസെന്ന് വന്നപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ടാക്സി പിടിക്കണ്ട, ബസ്സിൽ നിന്ന് പോയി നോക്കാം. ബസ്സുണ്ട്. സൺഡേ അന്ന് സബാത്ത് ഡേ ആയിരുന്നു, സാറ്റർഡേ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വളരെ വിജനം, ആൾക്കാരൊന്നുമില്ല. ഒരു റെഫ്യൂജി വന്നതിൻ്റെ അടുത്തിരിക്കും. എനിക്ക് അപ്പം തന്നെ മനസ്സിലായി ഇവൻ എൻ്റെ ബാഗ് പോകും. അപ്പം തന്നെ ഒരു ടാക്സി പിടിച്ചങ്ങ് പോയി. അങ്ങനെ സംഭവങ്ങളുണ്ട്. ഇസ്രായേലിലും ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഈ ബോർഡർ കടന്നു കഴിഞ്ഞാൽ പിന്നെ വരാമല്ലോ, ബസ് സർവീസസ് ഉണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഇതൊക്കെ വരാമല്ലോ. സാർ അവിടെ യുദ്ധത്തിന്റെ സമയത്തല്ലേ പോയത്? പിന്നെ അത് യുദ്ധത്തിന്റെ സമയത്ത് അവിടെയുള്ള ആൾക്കാരുടെ ലൈഫ് എങ്ങനെയാണ്? വളരെ നോർമൽ യുദ്ധത്തിൽ ഞങ്ങൾ ടെല്ലവീവിലാണ് താമസിച്ചത്. ടെല്ലവീവ് ബീച്ച് സൈഡിലാണ് ഞാൻ താമസിച്ചത്. ഹൈക്കോൺ സ്ട്രീറ്റ് ആയിരുന്നു. അത് വളരെ പ്രോമിനന്റ് സ്ട്രീറ്റ് ആണ്, ഈ അമേരിക്കൻ എംബസിയുള്ള സ്ട്രീറ്റ് ആണ്. അതിന്റെ അപ്പുറത്തെ സ്ട്രീറ്റിൽ മിസൈൽ വന്ന് വീണിട്ടുണ്ടായിരുന്നു, ചെറിയൊരു മിസൈൽ വന്ന് വീണിട്ടുണ്ടായിരുന്നു. വേണ്ടവും പൊതുവെ അതെല്ലാം തെറിപ്പിക്കും, പക്ഷെ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലിക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു നമ്മളുള്ള സമയത്ത്. എപ്പോഴും നിങ്ങൾ അവിടെ ഉള്ള ആൾക്കാർ എപ്പോഴും ഭയത്തിലാണോ ജീവിക്കുന്നത്? ഇത് ബങ്കറിലാണ്. സാറിന് അടിക്കുമ്പോൾ ബങ്കർ പോകും, മെസ്സേജുകൾ വരും. എല്ലാ വീടുകളിലും ബങ്കറുണ്ടോ? എല്ലാ വീടുകളിലും ബങ്കറുണ്ട്.
പബ്ലിക് കോമൺ പ്ലേസിലും ബങ്കറുണ്ട്. ഇപ്പോൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണെങ്കിൽ അതിൽ ഇപ്പോൾ നമ്മൾ പാവലിയൻ പോലത്തെ സ്ഥലത്ത് അതിനകത്ത് ബങ്കർ ഉണ്ടാവും. അത് നമുക്ക് വരും. ഇപ്പം എനിക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയ ദിവസം മിസൈലായിരുന്നു സ്വീകരിച്ചത്. കാലെടുത്ത് വെച്ച ഉടനെ മിസൈൽ വന്നു. അല്ല, നമ്മൾ സ്വീകരിച്ചത് നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞപ്പോൾ എയർപോർട്ട് എന്ന് പറഞ്ഞു ബങ്കറിൽ പോകണം, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കയറാം, അയൺ ഡോം അടിക്കുന്ന ശബ്ദം കേട്ടില്ല, ഇത് മിസൈൽ അറ്റാക്ക് ഉണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ പോയി റൂമിലെത്തിയപ്പം അവിടെയും 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് വന്നു, ശബ്ദം വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അവിടുത്തെ ബങ്കറിലേക്ക് താത്തി. ബങ്കർ എങ്ങനെയാ? ബങ്കർ ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ പോലീസാണ്. അണ്ടർഗ്രൗണ്ടാണ്. പ്രൊട്ടക്ഷൻ ഉണ്ടോ? അത് പ്രൊട്ടക്റ്റഡാണ്. അത് പ്രൊട്ടക്റ്റാണ്. മിസൈൽ വന്ന് വീണാൽ പോലും നമുക്ക് മിസൈൽ അങ്ങനെ വരാൻ പറ്റില്ല അതിനകത്തേക്ക്. അത് ആണല്ലോ ഇപ്പം ആ ബ്ലൂ പ്രിന്റ്. അതുകൊണ്ടാണല്ലോ ഇവർ ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് പെട്രോൾ ഒഴിച്ചിട്ടാണല്ലോ തീ കൊടുത്തത് ബങ്കറിനകത്ത്. അങ്ങനെ ബങ്കറിനകത്ത് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, സ്ത്രീകളൊക്കെ, ഒക്ടോബർ 7th. അപ്പോൾ ഞാൻ ഒരു ദിവസം നമുക്ക് ഈ ഇസ്രായേലി ഫുഡ് തീരെ സ്പൈസി ഒന്നുമല്ല. അപ്പോൾ നമ്മൾ സ്പൈസി ഫുഡ് ടൈ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ പോയി ഒരു സന്ധ്യയ്ക്ക് രാത്രി. അപ്പോൾ അത് പോയപ്പം ഈ ബങ്കർ ഇത് വന്നു അലാറം അടിച്ച ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ സ്ട്രീറ്റിലാണ്. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയും ചെയ്തു. ഞാനിത് ഈ വഴി കണ്ടുപിടിക്കാൻ പോവുകയെന്ന് എനിക്കറിയില്ല ഏത് ബങ്കർ. അപ്പം ഞാനൊരു ഹോട്ടലിൻ്റെ സൈഡിൽ പോയി നിന്നു. അത്രയും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ അവിടുത്തെ ഹോട്ടലിലെ ആൾക്കാർക്കല്ല അവരെ ബങ്കറിൽ പോകാൻ പറ്റും. അവരെ ബങ്കർ ഉണ്ടല്ലോ, നമുക്കും പോകാം. പക്ഷേ ഗേറ്റൊക്കെ അടഞ്ഞിട്ടില്ല ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയില്ല പെട്ടെന്ന് നമ്മൾ പുതിയൊരു കൺട്രിയിൽ വരികയല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.